ദുബായ് ഗ്ലോബൽ വില്ലേജിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലം ഒരുപക്ഷേ ആഫ്രിക്കൻ പവലിയനാണ്. പ്രകൃതിദത്ത വസ്തുക്കൾ കൊണ്ട് ഇവരുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ സ്വന്തമാക്കാൻ നിരവധി ആളുകളാണ് ആഫ്രിക്കൻ പവലിയനിൽ ഇടം പിടിക്കുന്നത്. ഗ്ലോബൽ വില്ലേജിലെ ആഫ്രിക്കൻ പവലിയനിലെ കാഴ്ചകളും അവരുടെ നൃത്തരൂപങ്ങളുമാണ് ഇനി. കെനിയ, സെനഗൽ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളാണ് പവലിയനിൽ തങ്ങളുടെ വൈവിധ്യങ്ങളിലൂടെ ആഫ്രിക്കയെ പരിചയപ്പെടുത്തുന്നത്. കെനിയക്കാരാണ് ഇവിടെ കൂടുതലും. ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി സമൂഹമായ മസായിക്കാരുടെ വേഷങ്ങളും ജീവിതരീതികളും വേട്ടയാടലും പരിചയപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് തന്നെയാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. കുതിര, സിംഹം, ജിറാഫ് തുടങ്ങിയ മൃഗരൂപങ്ങളും തടിയിലും കല്ലിലും കൊമ്പിലും തീർത്ത പാത്രങ്ങളും ആഫ്രിക്കയുടെ തനത് വെണ്ണയും ഇവിടെ കിട്ടും. യന്ത്രങ്ങളുടെ സഹായമില്ലാതെ കൈകൾ കൊണ്ട് തീർത്തവയാണ് ഇവയിലേറെയും. 3 ദിർഹം മുതൽ 10,000 ദിർഹം വരെയുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. കുടുംബ ബന്ധങ്ങൾ അനാവരണം ചെയ്യുന്ന ഒട്ടേറെ കരകൗശല ശില്പങ്ങൾ ആഫ്രിക്കൻ പവലിയനിൽ ഉണ്ട്. കെനിയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫമീലിയ ശില്പങ്ങൾ. മാമ പപ്പയും വഡോട്ടയും. കുട്ടികൾക്ക് വഡോട്ട എന്നാണ് കെനിയക്കാർ പറയുക. സെനഗലിൽ നിന്നുള്ളവർ വിവിധ വാദ്യോപകരണങ്ങളാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിലെ ചെണ്ട പോലെ ആട്ടിൻതോൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന സെനഗലുകാരുടെ കൊട്ടുവാദ്യത്തിന് പേര് ജിംപേ എന്നാണ്. തേക്കിന്റെ തടിയിലാണ് തോൽ കെട്ടുന്നത്. പിന്നെയുള്ളത് ഒരുതരം മത്തനിൽ നിന്നുമുണ്ടാക്കുന്ന സംഗീത ഉപകരണങ്ങൾ അടക്കമുള്ള കരകൗശലങ്ങളാണ്. കലാബാഷ് എന്നാണ് ഈ മത്തനെ ആഫ്രിക്കക്കാർ വിളിക്കുന്നത്. കെനിയയുടെ കിഴക്കൻ പ്രദേശമായ കിസിൽ നിന്നുള്ള കല്ല് ശില്പങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ചെടുത്ത വിവിധ നിറങ്ങൾ ചേർന്ന കല്ലുകൾ കൊണ്ടാണ് ഇവർ ശില്പങ്ങൾ തീർക്കുന്നത്. ഇതിൽ ഹൃദയങ്ങളും മൃഗങ്ങളും പൂർണ്ണമായും കല്ലിൽ പണിതീർത്ത മനോഹരമായ ചെസ് ബോർഡുകളുമുണ്ട്. പ്രകൃതിദത്ത നിറങ്ങൾ കൊടുത്തുണ്ടാക്കിയ അച്ഛനും അമ്മയും കുട്ടിയും ചേർന്ന ഫമീലിയ ശില്പങ്ങളും ഇവിടെ കാണാം. മസാറിമാറിയിൽ നിന്നും 40 കിലോമീറ്റർ ദൂരെ മാറിയാണ് കിസിൽ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. കിസിൽ പ്രദേശത്തു നിന്നും കിട്ടുന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതുകൊണ്ട് തന്നെ ഈ ശില്പങ്ങൾക്കെല്ലാം കിസിൽ എന്ന് തന്നെയാണ് പേര്. കിഡ്നിയിലെ കല്ലടക്കം ഇല്ലാതാക്കുന്ന പ്രത്യേക പാനീയങ്ങളും ഇവിടെയുണ്ട്. ഒരുതരം കുന്തിരിക്കം കൊണ്ടാണ് ഇവയുണ്ടാക്കുന്നത്.
മേന്മയുള്ള പാക്കറ്റുകളിലാക്കി ഇവ വിൽക്കുന്നു. ഒപ്പം ആഫ്രിക്കയുടെ തനത് രുചിയുള്ള വെണ്ണയ്ക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. വേട്ടയാടലിന് ഏറെ പ്രശസ്തമായ നാടുകൂടിയാണ് ആഫ്രിക്ക. എന്നാൽ വേട്ടയാടിയല്ലാതെ വീട്ടിൽ ഇറച്ചിക്കും പാലിനും വേണ്ടി വളർത്തുന്ന ആടുമാടുകളിൽ നിന്നും ശേഖരിക്കുന്ന കൊമ്പുകളുടെ വലിയ നിരയും ഇവിടെ കാണാം. യന്ത്രങ്ങളുടെ സഹായമില്ലാതെ ആക്സോ ബ്ലേഡും സാൻഡ് പേപ്പറും ഉപയോഗിച്ചാണ് കൊമ്പുകൾ കൊണ്ട് ചെറിയ സ്പൂണുകൾ മുതൽ വീടിന്റെ അലങ്കാരങ്ങൾ വരെ ഇവർ തീർത്തിരിക്കുന്നത്. ഗ്ലോബൽ വില്ലേജിൽ എത്തുന്നവർക്ക് ആഫ്രിക്കയുടെ തനത് കലാരൂപങ്ങളെ പരിചയപ്പെടാനും അവസരമുണ്ട്. വൈകിട്ട് 6:40 മുതൽ മണിക്കൂറുകളുടെ ഇടവേളകളിൽ ആഫ്രിക്കൻ പവലിയനിൽ ഒരുക്കിയ പാട്ടും നൃത്തവും ആസ്വദിക്കാനുള്ള വേദിയും ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. കാഴ്ചകൾക്കും കഥകൾക്കും ഗൾഫ് നാടുകളിൽ യാതൊരു പഞ്ഞവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അറേബ്യൻ സ്റ്റോറീസ് സധൈര്യം മുന്നോട്ട് പോകുന്നത്. എങ്കിലും നിങ്ങളുടെ സംഭാവനകൾ അനിവാര്യമാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. മുൻ എപ്പിസോഡുകൾ കാണാൻ www.mathrubhumi.news.in സന്ദർശിക്കുക. അറബ് നാടുകളിലെ രുചിയും മണവും നിറഞ്ഞ നല്ല കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.